കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. കൊല്ലത്ത് KMML ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം തട്ടിയ കേസിലെ പ്രതി മെക്ക വഹാബ് മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കളുടെ പേരും തട്ടിപ്പിനായി ഉപയോഗിച്ചു. കുഞ്ഞാലിക്കുട്ടിയുടെയും ഇബ്രാഹിം കുഞ്ഞിന്റെയും ആളുകൾ ഇപ്പോഴും കമ്പനിയിലുണ്ടെന്ന ലീഗ് നേതാവ് അബ്ദുൽ വഹാബ് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ഞാനല്ലേ പറഞ്ഞ ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ശരിയാവുമെന്ന് പറയാം. അവരുടെ ഇഷ്ടം അതിനും പറഞ്ഞു ശരിയാവും ഉറപ്പ് പറഞ്ഞു. മുസ്ലിം ലീഗിൽ ഉന്നത ബന്ധമുള്ള മെക്ക വഹാബിന്റെ തട്ടിപ്പിന്റെ ആഴമാണ് ഈ ദൃശ്യം. ചവറ KMML ജോലി വാഗ്ദാനം ചെയ്ത് ഒരു പ്രവാസി കുടുംബത്തെ പറ്റിക്കാൻ വഹാബ് ഇതിനപ്പുറവും പറഞ്ഞാലും അതിശയിക്കാനില്ല. മുമ്പ് തട്ടിപ്പ് കേസിൽ പ്രതിയായ മെക്ക വഹാബിന്റെ വലയിൽപ്പെട്ടു പോയെന്ന് താജുദ്ദീന്റെ ഭാര്യ റസിയ പറഞ്ഞു. അയാളുടെ കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ഒക്കെ ആയിട്ട് അവരുടെ ആൾക്കാർ കമ്പനിയിൽ ഇപ്പോഴും ഉണ്ട്. അവർ വഴി ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളും അങ്ങനെ അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അടുത്ത് ഞാനിപ്പോൾ പോയിട്ട് ഞാൻ കണ്ടിട്ട് വന്നതാണ്. അപ്പം ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ച് എൻ്റെ പുള്ളിക്കാരൻ്റെ ആൾക്കാരുടെ ഇടയിലാണ് ഇപ്പോൾ പൈസ കൊടുത്തിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു. നിയമത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെടാൻ മെക്ക വഹാബിനെ അനുവദിക്കരുതെന്നാണ് തട്ടിപ്പിനിരയായവരുടെ അഭ്യർത്ഥന. കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് ഇതുപോലുള്ള പ്രമുഖ ലീഗ് നേതാക്കളുടെ പേര് പറഞ്ഞാണ് ഈ പറഞ്ഞ അബ്ദുൽ വഹാബ്, മക്ക വഹാബ് എന്ന് ഇവിടെ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ ഈ തട്ടിപ്പെല്ലാം നടത്തുന്നതും വീടുകൾ തോറും കയറി ഇറങ്ങി ഈ നിലയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതും. ചവറയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.